കേരളത്തിലെ അറിയപ്പെടുന്നൊരു സമുദായ സംഘടനയാണ്. കേരളത്തിൽ ഏതാണ്ട് 7 ജില്ലകളിൽ ശക്തമായ പ്രവർത്തനവും 14 ജില്ലകളിലായി പ്രവർത്തകരുമായിട്ടുള്ള ഒരു സംഘടനയാണ്. BVS എന്ന് പറയുന്ന ഭാരതീയ വേലൻ സൊസൈറ്റിയുടെ 51ാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനമാണ് ഈ വരുന്ന 20, 21 തീയതികളിൽ ശനിയും ഞായറുമായിട്ട് പാലായിൽ നടക്കുന്നത്. ഞങ്ങളുടെ 50ാമത് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ വർഷം സുവർണ ജൂബിലി വാർഷികം എന്ന നിലയിൽ 3 ദിവസത്തെ സമ്മേളനം കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടക്കുകയുണ്ടായി. ഇത്തവണ ഞങ്ങൾ പ്രതിനിധി സമ്മേളനമായിട്ടാണ് നടത്തുന്നത്. ഈ പ്രതിനിധി സമ്മേളനത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഏകദേശം 450ഓളം പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. രാവിലെ 10 മണിക്ക് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് BVSന്റെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേലാണ്. ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പ്രിയങ്കരനായിട്ടുള്ള MP ജോസ് കെ മാണിയാണ്. ഈ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് പ്രിയമുള്ള പാലായുടെ MLA ശ്രീ മാണി സി കാപ്പൻ. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയങ്കരനായിട്ടുള്ള മുൻ മന്ത്രി, പ്രിയങ്കരനായിട്ടുള്ള കടുത്തുരുത്തി MLA ശ്രീ മോൻസ് ജോസഫാണ്. ഈ സമ്മേളനത്തിൽ ഞങ്ങൾ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പട്ടികജാതി സമൂഹം നേരിടുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി എന്ന് പറയുന്നത് പട്ടികജാതി വിഭാഗത്തിൽ ക്രിമി ലെയറും ഉപസംവരണവും നടപ്പാക്കണം എന്നുള്ളതാണ്. 11-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഇവിടെ നിലനിൽക്കെ 7-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾ ഈ ഉപസംവരണം നടപ്പാക്കണമെന്നുള്ളതാണ്. ഇത് പൂർണ്ണമായിട്ടും പട്ടികജാതി സമൂഹം ഈ രാജ്യത്ത് വലിയ ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് തൽക്കാലം ഇതിൽ നിന്നും നടപ്പാക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് സുപ്രീം കോടതി വിധിയാണ്. ഈ സുപ്രീം കോടതി വിധി മറികടക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തേണ്ടതായിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ അതിശക്തമായിട്ടുള്ള BVS ഉൾക്കൊള്ളുന്ന സംവരണ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഏതാണ്ട് 53ഓളം വരുന്ന പട്ടികജാതി സംഘടനകൾ ഇന്ന് സാംസ്കാരിക തലസ്ഥാനമായിട്ട് തൃശ്ശൂരിൽ വലിയ പ്രക്ഷോഭം ഞങ്ങൾ സംഘടിപ്പിച്ചു. ഏതാണ്ട് 50,000ഓളം ആളുകൾ പങ്കെടുത്ത ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഞങ്ങൾ കാണുകയുണ്ടായി. മുഖ്യമന്ത്രിയെയും പട്ടികജാതി വകുപ്പ് മന്ത്രി ശ്രീ OR കേളുവിനെയും കണ്ട് ഈ വിഷയങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 1 മാസത്തിന് ശേഷം മുഖ്യമന്ത്രി ഞങ്ങൾക്ക് മറുപടി തന്നു. കേരളത്തില് സുപ്രീം കോടതിയുടെ വിധി തൽക്കാലം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാൽ അത് പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ വ്യാപകമായി പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടും സുപ്രീം കോടതി ഈ വിഷയത്തെ സംബന്ധിച്ച് വീണ്ടും നടപ്പാക്കിയ തീരുവെന്നും നിഷ്കർഷിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ ഏത് സമയത്തും ഈ ഒരു വിഷയം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇന്ത്യൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തേണ്ടതായിട്ടുണ്ട്. ഈ നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നുള്ള MPമാരെ പൂർണ്ണമായും ഞങ്ങൾ കാണുകയുണ്ടായി. അതോടൊപ്പം തന്നെ രാജ്യ തലസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭത്തിലേക്ക് പോകുവാനാണ് BVS ഉൾക്കൊള്ളുന്ന സംവരണ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള തീരുമാനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ജാതി സെൻസസ് ആണ്. ഈ രാജ്യത്ത് ബ്രിട്ടീഷിന്റെ കാലത്ത് നിലനിൽക്കുന്ന ജാതി സെൻസസ് ആണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ജനസംഖ്യ ആനുപാതികമായിട്ട് സംവരണം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ സംവരണം നമുക്ക് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് അനർഹരായിട്ടുള്ള ഒരുപാട് ആളുകൾ സംവരണം തട്ടിയെടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് സമഗ്രമായിട്ടുള്ള ജാതി സ്ഥിതി വിവര കണക്കുകൾ എടുക്കണം. ഈ ജാതി സെൻസസിനെ സംബന്ധിച്ച് ഇന്ന് പല രാഷ്ട്രീയ കക്ഷികളും ആദ്യം എതിർപ്പിലായിരുന്നു. എന്നാൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന കക്ഷിയും സംസ്ഥാനം ഭരിക്കുന്ന കക്ഷിയും ഇപ്പോൾ ജാതി സെൻസസ് നടപ്പാക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ജാതി സെൻസസ് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ അതിൽ അവ്യക്തതയുണ്ട്. അതില് ജാതികളുടെ സെൻസസ് ആണ് മാത്രമാണ്. പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ രാജ്യത്തെ മുഴുവൻ ജാതികളുടെയും കണക്കെടുത്തുകൊണ്ട് സമഗ്രമായിട്ടുള്ള സ്ഥിതി വിവര കണക്കുകൾ എടുക്കണം.
ഈ സമഗ്രമായിട്ടുള്ള സ്ഥിതി വിവര കണക്കിലെടുത്തുകൊണ്ട് ജനസംഖ്യ ആനുപാതികമായിട്ട് സംവരണം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റൊരു ഡിമാൻഡ്. ജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇ ഗ്രാന്റ് അത് കൃത്യമായി സമയബന്ധിതമായിട്ട് ലഭ്യമാക്കണം. അതുപോലെ തന്നെ അവർക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗ്രാന്റ് വർദ്ധിപ്പിക്കണം. അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഞങ്ങൾ ഈ സമ്മേളനത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയമായി ചർച്ച ചെയ്തുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് തന്നെ പോകുവാനാണ് സംസ്ഥാന സമ്മേളനം തീരുമാനിക്കുന്നത്. ഈ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തുന്ന 450ഓളം പ്രതിനിധികൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ കേരളത്തിലെ വേലൻ നാമധേയത്തിലുള്ള മുഴുവൻ സംഘടനകളെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ കേരള വേലൻ ഏകോപന സമിതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് കേരളത്തിൽ 2.5 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ ഇന്ന് കേരളത്തിൽ വേലൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. വേലൻ അവാന്തര വിഭാഗങ്ങൾ. അതിൽ വേലൻ ഏകോപന സമിതി, കേരള വേലൻ ഏകോപന സമിതിയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ഒക്ടോബർ 20, 11, 12 തീയതികളിൽ കോട്ടയത്ത് നടക്കുകയാണ്. കോട്ടയത്ത് തിരുനക്കര മൈതാനിയിൽ 2 ദിവസമായിട്ട് നടക്കുന്ന സമ്മേളനം 10,000 പങ്കെടുക്കുന്ന വലിയ പ്രകടനവും അതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും.